Okay, Alia, good morning. Okay, Farsana, good morning. Yes. Let us start. Arabia. Let us start. Okay, Farsana. Okay, Alia. Very good, very good. Okay, Jessica. Okay. നിങ്ങളുടെ സിഗ്നൽ കിട്ടിയിട്ട് ആരംഭിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ ടെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ പറഞ്ഞു, നെഗറ്റീവായിട്ടുള്ള വാചകങ്ങളും നമ്മൾ സൂചിപ്പിച്ചു. ഇന്ന് അതിൻ്റെ അകത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇനി അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ സെന്നില്ല ഗുഡ് മോർണിംഗ്. അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പൊ അതെങ്ങനെയാണ് ഇവിടെ നോക്കിയിട്ട് നമുക്ക് അടുത്തിലോട്ട് പോവാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഫ്യൂച്ചർ പെർഫെക്റ്റ്? സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് HAV, ഹാവ് പ്ലസ് പിന്നെ വെർബ് എഴുതുന്നു, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പോയി കഴിഞ്ഞിട്ടുണ്ടാകും, എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും, ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകും, വന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ആ ഒരു അർത്ഥമാണ് ആ ഒരു വാക്കിന് കിട്ടുന്നത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു വാചകം പറയാം. സബ്ജക്റ്റ് ദേ, അത് കഴിഞ്ഞതിന് ശേഷം വില്ല് ഉപയോഗിച്ചു, ദേ വിൽ. പിന്നെ ഹാവ്, ദേ വിൽ ഹാവ്. ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ, ദേ വിൽ ഹാവ് ഗോൺ. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്നാണ് പറയുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. നമ്മളൊരു സാധ്യതയെ കുറിച്ച് പറയും. ഭാവിയിൽ നടക്കാനായിട്ടുള്ള ഒരു സാധ്യത. പോയി കഴിഞ്ഞിട്ടുണ്ടാകാം, വന്നു കഴിഞ്ഞിട്ടുണ്ടാകാം, നാളെ ഈ സമയമാകുമ്പോഴേക്കും ഞാനത് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടാകാം. ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് ബൈ ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയമാകുമ്പോഴേക്കും ഞാനത് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടാകാം. ഓക്കെ. അപ്പൊ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ V3 മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും. ഓക്കെ. അപ്പോ ഈ ഒരു ടെൻസോട് കൂടി നമ്മളിപ്പോ
9 ടെൻസിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പിന്നെ പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അങ്ങനെ 9 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞു ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ ടെൻസ് സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാലെ പ്ലസ് ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി, ഒരു വാചകം നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും, ചെയ്യും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. I will have completed hospital administration course. വേണമെങ്കിൽ മാസം പറയാം, ഇന്ന മാസം 2025. Yes. അല്ലെങ്കിൽ I will have prepared for the examination. I will have prepared for the examination. Or I will have conducted a seminar. നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഭാവിയിൽ പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ സഫീറ പറയുന്നു, I will have studied the English tense. Okay, സഫീറ, വെരി ഗുഡ്. ലൈവ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് സഫീർ എടുത്തത്. ഓക്കെ സഫീറ, I will have completed the I will have studied the English tense. ഓക്കെ സഫീറ, കറക്റ്റ് ആണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ നിങ്ങൾ പൂർത്തിയാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം വെച്ചാൽ പറഞ്ഞത് വിൽ ഹാവ് വെച്ച് പറഞ്ഞാൽ മതി. I will have. I will have gone abroad. അപ്പൊ ഷബാന പറയുന്നു, ഞാൻ ഒരു പക്ഷെ വിദേശത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ശരിയാണ് ഷബാന, കറക്റ്റ് ആണ്. I will have gone abroad. കറക്റ്റ് ആണ്. Yes, I will have gone abroad. That is a correct sentence. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുള്ള, നിങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമ്മളിവിടെ will have വെച്ച് പറയാം. I will have, they will have എന്നൊക്കെ പറയുന്ന പോലെ will have വെച്ച് പറയാം. Yes. സൗമ്യ ഓക്കെ. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് പറയാൻ പറയാം. ആര്യ പറഞ്ഞു നോക്കിയാൽ ആര്യ വേണക്കൊപ്പം സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സബ്ജക്റ്റ് ഭാവിയിൽ ആര്യയുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് ആര്യക്ക് ഉറപ്പുള്ള എന്തെങ്കിലും, ഉറപ്പില്ലെങ്കിലും പ്രതീക്ഷയുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാം. I will have to a job. I will have got a job. Get എന്ന് പറയുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ. I will have got a job. എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടാവും. സെനില പറയുന്നു, I will have taken ഡ്രൈവിംഗ് ലൈസൻസ് ഇൻ 2026. വെരി ഗുഡ് സദനില. 2026 ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടാകും. അത് പിന്നെ വേണമെങ്കിൽ 2027 ഞാൻ സ്വന്തമായിട്ട് വാഹനം വാങ്ങിച്ചിട്ടുണ്ടാകും. ഓക്കെ. നമുക്ക് എന്തെങ്കിലും പറയാം. ഓക്കെ, സ്മിത പറയുന്നു, ഐ വിൽ ഹാവ് സ്റ്റാർട്ട് എ റെസ്റ്റോറന്റ്. സ്മിത കറക്റ്റ് ആണ്. സ്റ്റാർട്ട് എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം എഴുതിക്കും, സ്റ്റാർട്ടഡ്. ഐ വിൽ ഹാവ് സ്റ്റാർട്ടഡ് എ റെസ്റ്റോറന്റ്. ഞാൻ ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചിട്ടുണ്ടാവും. കറക്റ്റ് ആണ്. ഹാവ് കഴിഞ്ഞാല് വില്ല് ഹാവ് കഴിഞ്ഞാല് പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. ഓക്കെ, ഒരു ഇടി കൂടി ചേർത്താൽ മതി. യെസ്. ഇനി ഫർസാന എന്ന് പറഞ്ഞു നോക്കി. അടുത്തത് ഒന്ന് പറഞ്ഞു നോക്കി. ഏതെങ്കിലും സബ്ജക്ട് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സ്വന്തം ജീവിതത്തിൽ craft store. Okay. I will have started offline car store. That's what Craft store. Craft store. Okay. Very good. Okay. Correct. Sentence is correct. That is correct. Yes. Okay. Correct. Yes. Okay. അപ്പോൾ ഭാവിയിൽ നമുക്ക് ചെയ്യാൻ സാധ്യതയുള്ള, ഉണ്ടാവാൻ സാധ്യതയുള്ള വിഷയങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് വെരി കറക്റ്റ്. യെസ്. ഇനി ആർക്കെങ്കിലും? യെസ്.
അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് ഞാൻ പറയാം. നെഗറ്റീവ് വാചകം പ്രസന്റ് പെർഫെക്റ്റ് എന്ന് അല്ല സോറി ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് ഞാൻ പറയാം. നെഗറ്റീവ് വാചകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? നെഗറ്റീവ് വാചകമായി. ആ നോട്ട് ചേർക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വില്ലിന്റെയും ഹാവിന്റെയും നടുക്ക് ഇടയിൽ ചേർക്കണം നോട്ടാണ്. വിൽ ഹാവ് നോട്ട് എന്ന് പറയരുത്, നോട്ട് വിൽ ഹാവ് എന്ന് പറയരുത്. സഫീറ പറയുന്നു ഐ വിൽ ഹാവ് അച്ചീവ്ഡ് മൈ ലോങ് ടൈം ഗോൾസ്. ഓക്കെ സഫീറ, ലെറ്റ് യുവർ ഗോൾസ് ബി കംപ്ലീറ്റഡ്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോ റിബില പറയുന്നു ഐ വിൽ ഹാവ് ടേക്കൻ എ ജോബ് നെക്സ്റ്റ് ഇയർ. ഓക്കെ റിബില, ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ അടുത്തത് നമ്മൾ വീണ്ടും പറയുന്നു നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചേർത്താൽ മതി. ആ നോട്ട് ചേർക്കുമ്പോൾ വില്ലിന്റെയും ഹാവിന്റെയും നടുക്ക് ഇടയിൽ നോട്ട് ചേർക്കുക. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ വരും നോക്കി. ഐ വിൽ നോട്ട് ഹാവ് ഗോൺ, ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ അവിടെ നാളെ നേരം ആകുമ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഷീ വിൽ നോട്ട് ഹാവ് കം, ഷീ വിൽ നോട്ട് ഹാവ് കം. കേട്ടോ? അപ്പൊ അതിന്റെ ഇടയിൽ ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ എന്ത് ടെൻസ് ആയിട്ട് മാറുന്നു? നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആയിട്ട് മാറും. ഓക്കെ, നിങ്ങൾ ഇനി അങ്ങനെ ഒന്ന് രണ്ട് വാചകം ഒന്ന് പറഞ്ഞു നോക്കി. അപ്പൊ സഫീർ പറയുന്നു ഐ വിൽ നോട്ട് ഹാവ് സ്പെൻഡ് സോ മച്ച് മണി ഓൺ ക്ലോത്ത്സ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ അധികം പൈസ വസ്ത്രത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവില്ല. യെസ്, വെരി ഗുഡ്. വിൽ നോട്ട് ഹാവ് വരാവുന്ന വാചകങ്ങൾ. വിൽ നോട്ട് ഹാവ് സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ നോട്ട്, പിന്നെ ഹാവ്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ജസ്റ്റ് ഐ വിൽ നോട്ട് ഹാവ് ഡ്രിവൺ കാർ, ഞാൻ കാർ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഓക്കെ, കറക്റ്റ് ആണ് ജസ്റ്റ്. നാളെയോ മറ്റന്നാളോ അടുത്ത വർഷമോ നടക്കാൻ സാധ്യത ഇല്ലാത്ത കാര്യങ്ങൾ ഗ്രീഷ്മ പറയുന്നു ഐ വിൽ നോട്ട് ഹാവ് വാഷ്ഡ് മൈ ക്ലോത്ത്സ്. ഓക്കെ, തസ്നി ഐ വിൽ നോട്ട് ഹാവ് ഫിനിഷ്ഡ് ദിസ് ബുക്ക്. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്. ഷബാന പറയുന്നു ഐ വിൽ നോട്ട് ഹാവ് ഗോൺ ടു സ്കൂൾ. ഓക്കെ ഷബാന, എല്ലാ സെന്റൻസുകളും കറക്റ്റ് ആണ്. യെസ്. ജസ്റ്റ് പറയുന്നു ഐ വിൽ നോട്ട് ഹാവ് ബിൽഡ് എ ഹോം. ഓക്കെ 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 ഓക്കെ, ജസ്റ്റ് കറക്റ്റ് ആണ്. ഫർസാന പറയുന്നു മൈ ഹസ്ബൻഡ് വിൽ നോട്ട് ഹാവ് കം ഫോർ മൈ ഡോട്ടേഴ്സ് ബർത്ത്ഡേ. ഫർസാന ചെറിയ മിസ്റ്റേക്ക് ഞാൻ പറയാം. ഐ വിൽ നോട്ട് ഹാവ് ഫിനിഷ്ഡ് ദ ഹോംവർക്ക്. കം പ്രസന്റ് ടെൻസ് ആണ്, കെയും പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കം തന്നെയാണ്. അപ്പൊ ആ ഹാവ് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കം പ്രസന്റ് ടെൻസിലെ കം അല്ല, മറിച്ച് ഏതാണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള കം ആണ്. അപ്പൊ കെയും ആണ് ഫർസാന എഴുതിയത്, അത് കം എന്നാണ്. കം കെയും കം. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. സനീല പറയുന്നു ഐ വിൽ നോട്ട് ഹാവ് ബോട്ട് എ കാർ. ഓക്കെ സനീല, കറക്റ്റ്. അഭിരാമി പറയുന്നു ഐ വിൽ നോട്ട് ഹാവ് റീഡിംഗ് ബുക്ക്. അപ്പൊ അതിൻ്റെ അകത്ത് അഭിരാമി ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഹാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കാം. റീഡ് എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം RED തന്നെയാണ്, പക്ഷെ പറയുമ്പോൾ റെഡ് എന്ന് പറയും കേട്ടോ. അപ്പൊ ജസ്റ്റ് പറയുന്നത് ഐ വിൽ നോട്ട് ഹാവ് ഓവർകം മൈ പ്രോബ്ലംസ്, കറക്റ്റ് ആണ്. റീഡ് സ്പെല്ലിംഗ് സെയിം തന്നെയാണ് RED, പക്ഷെ റെഡ് അങ്ങനെയാണ് പറയുന്നത്. ഐ റെഡ് എന്ന് പറയാം, സ്പെല്ലിംഗ് സെയിം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അതിന്റെ നെഗറ്റീവ് ടൈപ്പ് വാചകങ്ങൾ മനസ്സിലായി. അതിന്റെ ഒരു വില്ലിന്റെയും ഹാവിന്റെയും ഇടയിൽ ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? ഒരു നെഗറ്റീവ്. ഐ വിൽ നോട്ട് ഹാവ് റിപ്പില പ്രിപ്പയർഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ. ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. ഷീ വിൽ നോട്ട് ഹാവ് കംപ്ലീറ്റഡ്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് കറക്റ്റ് ആണ്. ഹാവ് കഴിയുമ്പോൾ വെർബിന്റെ മൂന്നാമത്തെ അത് മറക്കരുത്. ഈ പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് അത് പ്രസന്റ് പെർഫെക്റ്റ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും നമ്മൾ ഇപ്പോൾ പറയുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയാലും ഈ പെർഫെക്റ്റ് ടെൻസ് ആണ് വെർബിന്റെ മൂന്നാമത്തെ ഫോമിൽ ഉപയോഗിക്കുക. പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഉപയോഗിക്കാൻ പാടില്ല, മൂന്നാമത്തെ ഫോമേ ഉപയോഗിക്കാവൂ. അതാണ് അതിന്റെ നിയമം.
ഓക്കെ. പിന്നെ നമ്മൾ അടുത്ത ഒരു കാര്യം കൂടി അതുമായിട്ട് ബന്ധപ്പെട്ട് പറയും, പ്രസന്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഞാൻ അതിന്റെ പോസിറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് പറഞ്ഞു, നെഗറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകങ്ങളെ കുറിച്ച് പറയുന്നു. അത് പറയുമ്പോൾ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വില്ല് എടുത്തിട്ട് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു, അത് സത്യത വില്ല് ആദ്യം പറയുമ്പോൾ എന്തായിട്ട് മാറുന്നു, അത് ചോദ്യമായിട്ട് മാറും. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊട്ടേഷൻ. ഇപ്പോ അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടാകും, ഷീ വിൽ ഹാവ് ഗോൺ. അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടാകില്ല, ഷീ വിൽ നോട്ട് ഹാവ് ഗോൺ. അതൊന്ന് മാറ്റി പിടിക്കാൻ നമ്മള്. അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടാകുമോ, അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ എന്താ പറയും, വിൽ ആദ്യം പറയും. വിൽ ഷീ ഹാവ് ഗോൺ. വിൽ ഹാവ് ഷീ ഗോൺ പറയുന്നത്. വില്ല് കഴിഞ്ഞാല് ഒരു സബ്ജക്റ്റ് പറയും. വിൽ ഷീ ഹാവ് ഗോൺ, വിൽ ഷീ ഹാവ് ഗോൺ. ഓക്കെ, വിൽ ഷീ ഹാവ് ഗോൺ. അല്ലെങ്കിൽ വിൽ യു ഹാവ് ടേക്കൻ ക്ലാസ്. വിൽ ഷീ ഹാവ് പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. കണ്ട, വിൽ ഷീ ഹാവ് ഗോൺ, വിൽ ഷീ ഹാവ് പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പൊ അതെന്തായിട്ട് മാറുന്നു, അതൊരു ചോദ്യമായിട്ട് മാറുന്നു. ഓക്കെ, അതിന് ചോദ്യം വരുന്ന ഒന്നിന്റെ വാചകം എന്ന് പറഞ്ഞ വിൽ ആദ്യം വരുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലെ ക്വസ്റ്റ്യൻ. വിൽ ദേ ഷബാന ഹാവ് വിട്ടുപോയി, അറൈവ്ഡ് എന്നാക്കുകയും ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. 5 പറയുന്നു വിൽ ഹി ഹാവ് ലഞ്ച് എന്നുള്ളത് ടേക്കൻ ലഞ്ച് എന്നാക്കിക്കോ, കറക്റ്റ് ആണ്. സ്മിത പറയുന്നതിൽ വിൽ ഷീ ഹാവ് ഗോൺ ടെമ്പിൾ. ഓക്കെ, കറക്റ്റ് ആണ് സ്മിത. വിൽ ഷീ ഹാവ് ലേൺഡ് എക്സാം. അപ്പൊ ലേൺഡ് എക്സാം എന്നുള്ളത് നമുക്ക് ലേൺഡ് ഫോർ എക്സാം, എക്സാമിനേഷന് വേണ്ടി. ഓക്കെ, വിൽ ഷീ ഹാവ് കെയിം എന്നുള്ളത് മാറ്റി കം എന്നാക്കുക. ഗ്രീഷ്മ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം ആണ്. വിൽ യു ഹാവ് ഗോട്ട്. ഓക്കെ, യെസ്, തന്നെ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണമെന്ന് മാത്രമുള്ളൂ. യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ സുധീന പറയുന്നു വിൽ ദേ ഹാവ് കംപ്ലീറ്റഡ് ഡാൻസ് പ്രാക്ടീസ്. ഓക്കെ സുധീന, കറക്റ്റ് ആണ്. വിൽ ദേ ഹാവ് കംപ്ലീറ്റഡ് ഡാൻസ് പ്രാക്ടീസ്. ഓക്കെ ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്. സൗമ്യ, സൗമ്യ പോയല്ലേ? സൗമ്യ കാണാൻ എല്ലാവരും ഒന്ന് വിചാരിക്കാം. യെസ്. സനില പറയുന്നു വിൽ യു ഹാവ് സ്റ്റഡീഡ് ഫോർ എക്സാം. കറക്റ്റ് ആണ് സനില, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്. വിൽ പറയുന്നു വിൽ യു ഹാവ് അണ്ടർസ്റ്റാൻഡ് ദിസ് ക്ലാസ്. അണ്ടർസ്റ്റുഡ് ആക്കിക്കോളൂ കേട്ടോ. യെസ്. അഭിരാമി ആഷിഖ്. അഭിരാമി ഓക്കെ. ഈറ്റൻ ഫുഡ്. ഓക്കെ, ജസ്റ്റ് കറക്റ്റ് ആണ്. അഭിരാമി ഓക്കെ. സന്തോഷത്തോടെ അഭിരാമി. എന്ത് ടാസ്ക് സാറ് പറഞ്ഞു കഴിഞ്ഞാലും ഐ ആം റെഡി ടു എന്നുള്ള മട്ടിലാണ് അഭിരാമി. ഓക്കെ, അപ്പൊ ഞാൻ വേറെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അഭിരാമിനെ വിളിച്ചത്. അപ്പൊ ചോദ്യം ചോദിക്കുന്നത് അഭിരാമിനോടാണ്. ആദ്യം അഭിരാമിയോട് പറയുന്നതെങ്കിലും ഈ ചോദ്യം എല്ലാവരോടും കൂടിയാണ്, നിങ്ങളോട് എല്ലാവരോടും കൂടി ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. ബാക്കിയുള്ളവര് തയ്യാറെടുക്കാം. അഭിരാമി ആദ്യം പറയുന്നു പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അഭിരാമി ചോദ്യം ചോദിക്കും. അപ്പൊ അഭിരാമി 10ാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ച സ്കൂളുണ്ട്, അത് കഴിഞ്ഞിട്ട് +2 പഠിച്ച സ്കൂളുണ്ട്, പിന്നെ ഡിഗ്രിക്കൊക്കെ പഠിച്ച അവിടെയും കോളേജുകളൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ ഇത്രയും വർഷത്തെ ഈ 13-15 വർഷത്തെ കാലഘട്ടത്തിൽ പല വിഷയങ്ങൾ പഠിപ്പിച്ച പല വിഷയങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥിമാര് അഭിരാമിയുടെ മനസ്സിലുണ്ടാവും. അതിൽ കുറച്ചു പേര് ചിലപ്പോ വഴിയിൽ വെച്ച് കഴിഞ്ഞാൽ
മിണ്ടാണ്ട് ഒഴിഞ്ഞു മാറി വേറെ പോയി. പക്ഷെ ചില ടീച്ചർമാരെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് ചെറിയ പറഞ്ഞ് പറയോ, ക്ലിയർ ആവണില്ല. ജസ്റ്റ് അഭിരാമി ഒന്ന് മ്യൂട്ട് ചെയ്ത്, അഭിരാമി ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഇപ്പൊ ക്ലിയർ ആയി? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അഭിരാമി പറയാൻ നേരത്ത് അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. അത് ചില നമുക്ക് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യുമ്പോഴേ അതിന്റെ ഡിസ്റ്റർബൻസ് കയറി പറയുന്നത്. അഭിരാമിയോട് ഞാൻ ചോദിച്ചാണ്. അഭിരാമി അതിനകത്ത് ആൻസർ പറയുമ്പോൾ അൺമ്യൂട്ട് ചെയ്യാൻ. ഓക്കെ. ചോദ്യം ഇതാണ്: നിങ്ങൾ 10 വർഷം ഹൈസ്കൂൾ ലെവലിൽ പഠിച്ചു, 2 വർഷം +1 +2 ആയിട്ട് പഠിച്ചു, വീണ്ടും ചിലപ്പോ മറ്റ് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്ലോമ കോഴ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതുവരെയുള്ള ഈ പഠനത്തിന്റെ ഇടയിൽ നിങ്ങൾ ധാരാളം അധ്യാപകരെയും അധ്യാപികമാരെയും കണ്ടുപിടിയിട്ടുണ്ടാവാം. അതിൽ കുറച്ചുപേര് നിങ്ങൾ കാണുന്ന വഴിയിൽ വെച്ച് കണ്ടാൽ നിങ്ങൾ ഒഴിഞ്ഞു മാറി വേറൊരു വഴിക്ക് പോകും. വേറെയും കുറച്ചുപേരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. ടീച്ചറെ എന്ന് പറഞ്ഞൊക്കെ ഓടിച്ചിട്ടും ചിലപ്പോൾ കെട്ടിപ്പിടിക്കും. അപ്പൊ ടീച്ചർക്കും അത് സന്തോഷം, എന്നെ ഓർമ്മയിലേക്ക് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ അധ്യാപികമാരായിരിക്കും, ടീച്ചർമാരായിരിക്കും. ഒരുപക്ഷെ ആ ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അത് ചിലപ്പോൾ ഒരു സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ വിഷയം പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ? ചോദ്യം ഇതാണ്, എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ? നിങ്ങൾ ആ ടീച്ചറിനെ ഫേവറേറ്റ് ടീച്ചർ എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പോ ഓരോരുത്തരും നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചറിനെ, ഇനി ഒന്നിലധികം ഫേവറേറ്റ് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു 2-3 പോയിന്റുകൾ എഴുതി വെക്കുക. അപ്പൊ ഞാനത് എങ്ങനെ പറയണമെന്നുള്ളത് പറയാം. മൈ ഫേവറേറ്റ് ടീച്ചർ ഈസ് രശ്മി ടീച്ചർ ഓർ രശ്മി മിസ്. അത് എന്റെ ഫേവറേറ്റ് ടീച്ചർ ഇന്ന ടീച്ചറാണ്. അപ്പോ ഇനി നമുക്ക് പറയാം, അത് ഏത് ക്ലാസ്സിലാണ് എന്നെ പഠിപ്പിച്ചത്? ഷീ ടോട്ട് മീ അറ്റ് സ്റ്റാൻഡേർഡ് 6 ഓർ അറ്റ് സ്റ്റാൻഡേർഡ് 7. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റാൻഡേർഡ് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഷീ ഈസ് മൈ ഹൈസ്കൂൾ ടീച്ചർ, അല്ലെങ്കിൽ UP സ്കൂൾ ടീച്ചർ, അല്ലെങ്കിൽ മൈ LP സ്കൂൾ ടീച്ചർ. അപ്പൊ ടീച്ചർ എവിടെയാണ് പഠിപ്പിച്ചതെന്ന് പറയും. ഇനി നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് ടീച്ചറെ ഞാൻ ഇഷ്ടപ്പെടുന്നത്? അപ്പൊ നമുക്ക് പറയുന്നത് ഷീ ഈസ് വെരി ലവ്ലി, വെരി കെയറിങ്. അത് ഞാൻ രണ്ടെണ്ണം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടെത്താം, നിങ്ങളുടെ ഭാവന അനുസരിച്ച്. നിങ്ങളാണ് ആ ടീച്ചറിന്റെ സ്നേഹിതയായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം എന്തായിരുന്നു ടീച്ചർ. ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ ചെറിയ ക്ലാസ്സിലോ ട്യൂഷനോ എന്തെങ്കിലും എടുക്കുമ്പോൾ നിങ്ങൾ അറിയാണ്ട് ആ ടീച്ചറിനെ അനുകരിക്കുന്നുണ്ടാവും. കാരണം അറിയാതെ നിങ്ങൾ അനുകരിച്ചു പോകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ മനസ്സിൽ ആ ടീച്ചർ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആ ടീച്ചറിനെ അറിയാണ്ട് ഇങ്ങനെ അനുകരിക്കാൻ ഇങ്ങനെ നീട്ടി പിടിക്കുന്നത് ഓരോരുത്തർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള പോയിന്റ് എഴുതി വെക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അഭിരാമിക്ക് അതിന്റെ ആവശ്യത്തിൽ അഭിരാമി തകർക്കുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും യെസ്. അപ്പൊ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു നോക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ ആരായിരുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ആ ടീച്ചറിനെ ഇഷ്ടപ്പെടും? അതിന്റെ 1-2 കാരണങ്ങൾ നമ്മളതൊന്ന് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള വിഷയങ്ങളാണ് ഞാൻ ഓരോ പ്രാവശ്യവും പറയുന്നത്. ഇന്റർനാഷണൽ നാട്ടുകാരനെ കുറിച്ചോ അല്ലെങ്കിൽ CTBTയെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതേക്കുറിച്ച് നമ്മൾ അറിയേണ്ട ആദ്യം. ഇതാകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള വിഷയമാണ്. നമുക്കത് ഹൃദയത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. ഹൃദയത്തോട് നമ്മൾ ചേർത്ത് നിർത്തിയിട്ടുള്ള അധ്യാപികമാരും അധ്യാപകന്മാരുമാണ്. ചിലപ്പോൾ നിങ്ങളെ ട്യൂഷൻ പഠിപ്പിച്ച ഒരു സാറിനായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. അതായത് ട്യൂഷൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു ടീച്ചറിനായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ നമുക്കത് പറയാം, മൈ ഫേവറേറ്റ് ടീച്ചർ ഈസ് അഞ്ജു ടീച്ചർ. ഷീ വാസ് മൈ ട്യൂഷൻ ടീച്ചർ. അപ്പൊ എന്നിട്ട് അഞ്ജു ടീച്ചറിൽ നിങ്ങൾ കണ്ട പ്രത്യേകത നിങ്ങൾക്ക് പറയാം. അഭിരാമിയുടെ അധ്യാപികയെ കുറിച്ച് പറയാൻ വെമ്പിതൊക്കെയാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അഭിരാമിക്ക് ചാൻസ് കൊടുക്കുകയാണ്. അഭിരാമി കഴിഞ്ഞു കഴിഞ്ഞാല് ആര്യ പറയണം. ആര്യ കഴിഞ്ഞു കഴിഞ്ഞാല് ഫർസാന വരും. ഫർസാന കഴിഞ്ഞു കഴിഞ്ഞാല് സഫീറ വരും. പിന്നെ ജസ്ന വരും. ഇത്രയും മാത്രം ഞാനിപ്പോ പറയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാല് ജസ്ന. അപ്പൊ ഇപ്പൊ നമ്മള് അഭിരാമി സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ആര്യ, ഫർസാന, സഫീര, ജസ്ന. ഓക്കെ.
Sir, പറഞ്ഞോളൂ. my favorite teacher is Linda ma'am. Yes. She is my graduate teacher. Yes. She is very helpful me. Yes. So many days I am not attending the class. Yes. She is very helpful in class Yes. and note. അത്രേ ഉള്ളൂ സാർ. Okay, very good, very good. അപ്പൊ അഭിരാമി very good. അപ്പൊ അഭിരാമി പറഞ്ഞ മനസ്സിലായില്ലേ? Due to some reasons, Abhirami could not attend the class, but the teacher personally will have taken the and now taken the class for personally will have helped Abhirami. Abhirami ഒരു പക്ഷേ വ്യക്തിപരമായിട്ട് സഹായിച്ചിട്ടുണ്ടാവും ഒരുപാട് നഷ്ടപ്പെട്ടു പോയ ക്ലാസ്സുകൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അഭിരാമി, യു ആർ റൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് തന്നെ ഒരു നല്ലൊരു ട്രിബ്യൂട്ടാണ് നിങ്ങളുടെ ടീച്ചർക്ക് നിങ്ങൾ കൊടുക്കുന്ന. നിങ്ങൾ ഇത് ഒരുപക്ഷെ ടീച്ചറുടെ മകനോ മകളോ, നിങ്ങൾ അതാണ് ആലോചിക്കേണ്ടത്. മകനോ മകളോ ബന്ധുക്കളോ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യാദൃശ്യമായിട്ട് കണ്ടാൽ അവരെപ്പോഴും പറയുന്നു ഞങ്ങളുടെ ഒരു ലിൻഡ മിസ്സിനെ കുറിച്ച് പറഞ്ഞത് ഒരു കുട്ടി പറഞ്ഞല്ലോ, അത് കേൾക്കുമ്പോ ഒരുപക്ഷെ ലിൻഡ മിസ് അന്ന് നടക്കാൻ പറ്റാതെ അല്ലെങ്കിൽ വാർദ്ധക്യസഹജമായ അസുഖം സമയത്ത് എന്നെ കുറിച്ച് പറഞ്ഞോ ചിലപ്പോൾ ടീച്ചർ ചാടിയതേക്കും ഒരു ഇൻസ്പയറിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർക്ക് കൊടുക്കുന്ന ഇറ്റ് ഇസ് എ ട്രിബ്യൂട്ട് ആൾസോ, ഒരു ട്രിബ്യൂട്ട് കൂടിയാണ്. ഓക്കെ, അപ്പൊ അടുത്തത് ആര്യ. പറയട്ടെ? ആര്യ പറയട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ആര്യക്ക് എന്തോ പറയാറുണ്ട്. ആര്യമൊക്കെ എന്തോ പറയാറുണ്ട്, ആര്യക്ക് എന്തോ കാര്യമായിട്ട് പറയാറുണ്ട്. ഓക്കെ ആര്യ, കണ്ടില്ലേ? My favorite teacher is Manju teacher. Yes. She taught me at +1 and +2 yes. in Hindi. Yes. I am very much is Hindi. My favorite subject is. Yeah. She is very lovely. Yes. And nice, learning, fun and interactive. Yes. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ഹിന്ദി നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത വിഷയമാണ്. പണ്ട് കാലത്ത് ഹിന്ദി പഠിപ്പിച്ച ടീച്ചർ തല്ലി പഠിപ്പിച്ച നേക്കോസേക്കേലിയേക്കി പറമേ, അത് മാത്രം ഇപ്പോഴും മറന്നു പോയിട്ടില്ല. നേക്കോസേക്കേലിയേക്കി പറമേ ഒരു ഇന്ത്യയിലെ ടീച്ചറാണ് പണ്ട് എന്നെ ഹിന്ദി പഠിപ്പിച്ച ആ ടീച്ചർ പഠിപ്പിച്ചത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിപ്പിച്ചത്. അത് മാത്രമേ ഇപ്പോൾ ഓർമ്മയുള്ളൂ. ഓക്കെ, ഒരു രസകരമായിട്ട് ആര്യ പറഞ്ഞപ്പോ ആര്യയുടെ എന്താ പറയാ ഉള്ളിലുള്ള ടീച്ചറോട് സ്നേഹവും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞു. ഓക്കെ ആര്യ, വെരി ഗുഡ്, വെരി ഗുഡ്. ഫർസാന. Sir, പറഞ്ഞോളൂ ഫർസാന. My favorite teacher is Sister Grace Maria. Yes. She was my 8th standard class teacher. Yes. Who was very supportive and care. Yes. I had many family problems during those times. That time she gave me so many motives for study and personal care. Yes. And also she always used to call me Lily Flower. Yes. That's all. വെരി ഗുഡ്, വെരി ഗുഡ്. അത് ശരിയാണ്. ചില ടീച്ചർമാര് നമുക്ക് ചില പെറ്റ് നെയിമൊക്കെ ഇടും. നമ്മൾ ടീച്ചർമാർക്ക് ഇടാറുണ്ട്, അത് വേറെ കാര്യം. എങ്കിലും ചില ടീച്ചർമാര് നമുക്ക് ചില പെറ്റ് നെയിമൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ 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 ഓക്കെ. സൗമ്യ ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു കേട്ടോ. സൗമ്യക്ക് ഒരു ചാൻസ് ഉണ്ട്, വിളിക്കുന്നതാണ്. സാറേ എന്താന്ന് പറയാ, ഞാൻ ഇന്ന് മോൻ ഉറങ്ങിയിട്ടില്ല, അവന് ഫീഡ് ചെയ്ത് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഫ്രീ ആകുമ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഞങ്ങളിവിടെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട അവർ ഫേവറേറ്റ് ടീച്ചർ ആരാണ്. ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വെൻ യു ആർ ഫ്രീ ടെൽ മി. ഓക്കെ, അപ്പൊ ഇപ്പോ ആര്യ പറഞ്ഞു, ഫർസാന പറഞ്ഞു, അതിനോടൊപ്പം തന്നെ അടുത്തത് സഫീറ. സഫീറ പറഞ്ഞോളൂ സഫീറ. My favorite teacher is Faisal sir. Faisal sir. Okay. He is my chemistry teacher in +2. Yes. I love his teaching style. Oh, yes. He helps me when I don't understand something. Yes. He explains the subject, especially organic chemistry, in a very easy way. Yes. He is very friendly. Yes. He is kind and loving to all the students. Yes.
is very disciplined and punctual. Yes. He is very motivated very well. Yes. He teaches us to study well. Yes. He teaches us good habit and moral values. Yes. I am proud to be his students. Yes. I will pray that sir will have long life and good health. Yes. Thank you, sir. Okay, okay, Safira. Okay, very good, very good. Another വാചകം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. I am proud to be his student. ഞാൻ ആ സാറിന്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറയുന്നതിന് എനിക്ക് വളരെയധികം അത്ഭുതം തോന്നുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ, അതായത് പ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ, അതായത് നോക്കി നല്ല ഗായകര്, അതല്ലേ, പിന്നെ നല്ല പ്രശസ്തരായിട്ടുള്ള APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള മനുഷ്യര്, സൂമർ അഴീക്കോടിനെ പോലെയുള്ള പ്രാസംഗികര്, യേശുദാസിനെ പോലെയുള്ള ഗായകര്, അങ്ങനെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചുറ്റുപാടും നമ്മൾ എത്രയോ പ്രശസ്തന്മാർ ജീവിച്ചത് കണ്ടംപററിയായിട്ട്, നമ്മളവരായിട്ട് യാതൊരു ബന്ധമില്ല. ഒരുപക്ഷെ ഭാവിയില് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കും, അവരൊക്കെ കുറച്ചുകൂടിയൊക്കെ പക്വതയൊക്കെ വരുന്നു, അമ്മയുടെ ഒക്കെ ഒരു ഭാഗ്യം, അമ്മക്കൊക്കെ ആ പ്രശസ്തരും പ്രഗത്ഭരുമായ ആളുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ പറ്റിയില്ലേ എന്നുള്ളതാണ്. എത്രയോ പ്രഗത്ഭമാരെ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എന്നോട് വളരെ പ്രായമുള്ള ഒരാൾ പറഞ്ഞ ഒരു വാചകമാണ്, വയലാർ രാമവർമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് എനിക്ക് ജീവിക്കാൻ പറ്റിയെന്നുള്ളത് എനിക്ക് അഭിമാനമാണെന്ന് പറഞ്ഞൊരാളുണ്ട്. അപ്പൊ വയലാർ രാമവർമ്മ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടെഴുത്തുകാരനാണ്. പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നു എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശസ്തര് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ. അപ്പൊ നമ്മൾ അങ്ങനെ ചരിത്രം പഠിക്കുന്നു. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ ചരിത്രം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും ചരിത്രത്തിന്റെ ഒരു ഭാഗമാകുക. യു മേക്ക് എ ഹിസ്റ്ററി. നിങ്ങൾ ഉണ്ടാക്കുന്ന ചരിത്രം നാളെ നിങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്, നിങ്ങളെ കുറിച്ചാണ് അറിയേണ്ടത്. അപ്പൊ അവര് പറയണം, സഫീറയും സൈസനിനെയും ജസ്നയും ഷഹാനെയും റബിനെയും എല്ലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായി എന്ന് അടുത്ത തലമുറയിലെ ആൾക്കാർ പറയണം. അതായിരിക്കും ഹിസ്റ്ററി ഈസ് വെരി ഈസി ടു റീഡ്, ബട്ട് ടു ബി ദ പാർട്ട് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ ഭാഗമാവുക. അതിന് ഇന്റർനാഷണൽ കണ്ടുപിടുത്തം വേണമെന്നൊന്നുമില്ല. അല്ലാതെ ചരിത്രത്തിന്റെ ഭാഗമാകാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് യു വിൽ ബി ദ പാർട്ട് ഓഫ് ഹിസ്റ്ററി. ഓക്കെ, അപ്പൊ സഫീറ പറഞ്ഞ വാചകമാണ് എനിക്ക് പ്രചോദനം. സഫീറ പറഞ്ഞ ഐ ആം പ്രൗഡ് ടു ബി ഹിസ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആ സെന്റൻസ് ആണ് എന്നെ ഇത്രയും ഓക്കെ 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 സഫീറ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ജസ്ന. ജസ്ന പറയുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത്, ജസ്ന കഴിഞ്ഞാല് ആരും മാറി നിൽക്കില്ല, ഗ്രീഷ്മ പറയണം. അത് കഴിഞ്ഞാല് ജിനി പറയണം, സിനി എബി പറയണം, അത് കഴിഞ്ഞിട്ട് ഷഹാന പറയണം. അപ്പൊ ഒരു മെന്റലി പ്രിപ്പയർഡ് ആയിക്കോളും. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഗ്രീഷ്മ, ജിനി, സിനി എബി, ഷഹാന, അതൊന്ന് മെന്റലി പ്രിപ്പയർഡ് ആയിക്കോളും. ഓക്കെ ഓക്കെ ഓക്കെ. My favorite teacher is Jamshid sir. He teaches social work at +2 and I like that subject because he is a very helpful and patient. Yes. I like his way of teaching. He explains all topics in very easy way and I understand the concepts clearly. Yes. And he was also a social worker. Yes. വെരി ഗുഡ്. അത്രയുള്ളതൊക്കെ വേണം. താങ്ക് യു സോ മച്ച്. അത്ര പറഞ്ഞിട്ട് ലാസ്റ്റ് വരെ ഇത്ര ഇംഗ്ലീഷ് പറയാം, ലാസ്റ്റ് പറയുമ്പോൾ താങ്ക് യു സോ മച്ച്. അത്ര അതിനൊരു ഇംഗ്ലീഷ് നമുക്ക് അങ്ങനെ പറയാം. യെസ്, താങ്ക് യു സോ മച്ച്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ജസ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു, വെൽ ക്ലിയർ ആയിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, വൈകി കയറിയവരോട് പറയാണ്. കാരണം പറഞ്ഞു സഫീർ എന്താ പറയാൻ പോയാലോ? സഫീറ. യെസ്, അപ്പോ പറഞ്ഞോളൂ സഫീറ. ഞാൻ പറഞ്ഞു സർ. ഓക്കെ 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 ഓക്കെ. ഞാൻ വിചാരിച്ചു വീണ്ടും എന്തോ അഡീഷണൽ ആയിട്ട് പറയാൻ പോകുന്നില്ല വിചാരിച്ചിട്ട് എന്നെ വിളിച്ചത്. ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്
ഓക്കെ, ഇറ്റ് ഇസ് എ ട്രിബ്യൂട്ട് ഗിവൻ ടു. ചില അധ്യാപകരുണ്ട് അല്ലെ, എപ്പോഴും നല്ല അധ്യാപകൻ അല്ലെങ്കിൽ നല്ല അധ്യാപിക എന്ന് പറഞ്ഞ് നല്ലൊരു വിദ്യാർത്ഥിയുണ്ട്. അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാഗരമാണ്. അത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കരുത്ത് കിടക്കുകയാണ്. നമുക്ക് എല്ലാം പഠിച്ചതൊക്കെ എന്ന് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വേണം. ബി പ്രിപ്പയർഡ്. നമ്മൾ നമ്മുടെ ഹോംവർക്ക് ചെയ്തിട്ട് ചെയ്യുകയാണ്. ബി പ്രിപ്പയർഡ്. അതെപ്പോഴും മസ്റ്റ്. അത് നിങ്ങൾ എന്ത് പരിപാടിക്ക് പോവുകയാണ്, നാടൻ പരിപാടി, നിങ്ങളൊരു ഹോംവർക്ക് മനസ്സിലെങ്കിലും ചെയ്യണം. ഓക്കെ, അവിടെ ചെല്ലുന്നു, ഇന്നയാളെ കാണുന്നു, ഇന്നപോലെ സംസാരിക്കാൻ ഒരു പ്രിപ്പറേഷൻ വേണം. ഓഫ് ഹാൻഡ് ആയിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം, മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്കൊരു പക്ഷേ ടെൻഷനൊക്കെ ഉണ്ടാവും, പക്ഷെ അത് പുറത്ത് കാണിക്കരുത്. വെൽ പ്രിപ്പയർഡ്. ഇപ്പൊ നന്നായിട്ട് പഠിച്ച പിള്ളേരെ കണ്ടിട്ടില്ല, അവര് വന്ന് ക്ലാസ്സിൽ പരീക്ഷ ദിവസം വന്നിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ട് എനിക്ക് ഒന്നും അറിയാൻ പാടില്ല കേട്ടോ അതൊന്നും പറഞ്ഞതെന്ന് പറയും. പക്ഷെ മാർക്ക് ലിസ്റ്റ് പേപ്പർ ടീച്ചർ കൊടുക്കുന്ന സമയത്ത് ഈ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇങ്ങനെ കയറി വനകളാണ്. സത്യമാണ് സഫീറ. യെസ്, സഫീറൊക്കെ അത് മനസ്സിലായി. കാരണം സഫീറയും ഞാൻ ഈ പറഞ്ഞ പോലെ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളെന്ന് ചോദിക്കുക അവരൊന്നും പഠിച്ചിട്ടില്ല എന്ന് ചോദിക്കും. ബട്ട് ഹീസ് വെൽ പ്രിപ്പയർഡ്. അവർ വെൽ പ്രിപ്പയർഡ് ആണ്. യെസ്. പിന്നെ അവൻ പഠിക്കാതെ പോയ എന്തെങ്കിലും ഒരു പോയിന്റ് നമ്മുടെ ആരുടെയും കയ്യിൽ നിന്ന് കിട്ടുന്നത് അതുകൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. യെസ്, ഓക്കെ. അപ്പൊ ഗ്രീഷ്മ യെസ്, ഗ്രീഷ്മ എം. ഗ്രീഷ്മക്ക് ഫേവറേറ്റ് ടീച്ചർ ഇല്ല? യെസ്, പറഞ്ഞോളൂ ഗ്രീഷ്മ. My favorite teacher is Leda teacher. ഏത് ടീച്ചറാണ്? Leda. ലെതർ ടീച്ചർ. ആ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞു. She is my LP school teacher. യെസ്. Teacher's smile is beautiful. യെസ്, ആരും പറയാത്തൊരു പോയിന്റാണ് ഗ്രീഷ്മ പറഞ്ഞത്. ടീച്ചർ സ്മൈൽ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ടീച്ചറുടെ ചിരി കാണാൻ നല്ല ഭംഗിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. She is caring me. യെസ്. Leda teacher teaching style is attract me. യെസ്, വെരി ഗുഡ്. കറക്റ്റ് ആണല്ലോ പറയാൻ. എല്ലാവരും എന്താ കുഴപ്പമില്ല. നേരെ പറഞ്ഞു. കണ്ടിന്യൂ. അത്രേ ഉള്ളൂ. That is all, Dora. That is all, Dora. That is all. മതി. ഓക്കെ, കറക്റ്റ്. That is all. അത്രേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ് ഗ്രീഷ്മ. നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഷ്മക്ക് എത്ര വയസ്സായെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നിരുന്നാലും ആ LP സ്കൂൾ ടീച്ചറിനെ ഇപ്പോഴും ഓർക്കുന്നില്ലേ? അപ്പോ അത് ഒരു വളരെ നല്ല കാര്യം. അപ്പൊ അത്രമാത്രം ഗ്രീഷ്മക്ക് ആ ടീച്ചർ ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഞങ്ങളിവിടെ മനസ്സിലാക്കുന്നു. ഓക്കെ 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 ഗ്രീഷ്മ, വെരി ഗുഡ്, വെരി ഗുഡ്. സിനി സോറി ജിനി ജോളി, പറഞ്ഞോളൂ ജിനി. ജിനി ജോളി. Hello. പറഞ്ഞോളൂ. My favorite teacher is Divya ma'am. Divya ma'am. He teaches zoology in our college. Yes. She has a smiling face and beautiful. She is very truthful and honest. Yes. She explains his lessons in a very simple and nice way. She is a very punctual and a disciplined teacher. Yes. That is all. She motivates us to do well in our studies regularly. Yes. She never gets angry and tries to solve my study problems. Yes. She gives full attention to each and every student. Yes. Now I am contacted with my teacher to Facebook. Yes. Oh, to Facebook. Okay. Then I will meet my teacher to reunion ceremony in these days. Yes. August or September. Okay. That is all. Okay. Very good. Siri, വളരെ ഹൃദയസ്പർശിയായിട്ട് സിരി.
Very good, very good. Okay. The next is Shahana. Shahana. Shahana is ഷഹാനയുടെ ഫേവറേറ്റ് ടീച്ചറിനെ കുറിച്ച് രണ്ടു വാക്ക് പറയും. ഷഹാന സിനി അല്ലേ സാർ പറഞ്ഞിരുന്നത്? സിനി അല്ലേ ജിനി കഴിഞ്ഞാ പറഞ്ഞായിരുന്നു? ജിനിയാണോ പറഞ്ഞത്? എന്റെ കോള് കട്ടായി പോയായിരുന്നു. ജിനിയാണല്ലേ? ഓക്കെ ജിനി. ഓക്കെ ജിനി കഴിഞ്ഞാൽ സിനിയാണ് പറഞ്ഞത് അല്ലേ? സിനിയൊന്ന് പോയി. അപ്പൊ ഞാന് പോണത് ഞാൻ കണ്ടു, തിരിച്ചു കയറി ഞാൻ കണ്ടില്ല. അത് പറ്റി. ഓക്കെ അപ്പൊ ഷഹാന കിട്ടിയില്ലേ? ഇത് കഴിഞ്ഞ് ഷഹാന കേട്ടോ. ഞാൻ അത് കഴിഞ്ഞ ശേഷം പറയണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീബ, അഞ്ജലി, ശ്രുതി, പിന്നെ സബീന. ഓക്കെ, ഞാനിത് പറയാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാറേ ഞാനത് പറഞ്ഞു നോക്കിയിട്ട് ആർക്കും പറയട്ടെ. ഞാനിത് പറയുന്നത് എന്തെങ്കിലും ഞാൻ പറയും ചാടിക്കയറി പറയുന്ന ആളുകളൊന്ന് ഒരു തുടക്കം പറഞ്ഞത് ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും പറയും സാറേ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. അത് നിങ്ങളുടെ ഫ്രീഡമാണ്. ഓക്കെ അപ്പൊ സിനി ആരംഭിക്കുന്നത്. സിനി കഴിഞ്ഞാൽ ഷഹാന. നമുക്ക് ഷഹാന ടീച്ചറെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അവസരമാണ് നഷ്ടപ്പെടുന്നത്. ഓക്കെ സിനി കണ്ടിന്യൂ. My favorite teacher is Govindankutti master. Yes. Yes. He taught me in 9th standard. Yes. He's very strict. Yes. His subject is mathematics. Yes. His study method very interesting. Yes. He has studied maths connecting with our daily life. Yes. So we can understand that very easily. Yes. And he motivated students for loving maths. Yes. I am proud to be his student. Oh, yes. അത് നേരത്തെ ഒരാൾ പറഞ്ഞ അത് വളരെ കറക്റ്റ് ആയിട്ട് വന്നു. I am proud to be his student. Copy her. I am copy her. അത് കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഇടയ്ക്ക് പറയണം, നിങ്ങൾക്ക് പറ്റിയ ടൈപ്പ് ഒരു വാചകം ആരെങ്കിലും പറഞ്ഞ് നിങ്ങളത് എടുത്തോ. നമ്മളത് വിത്ത് പെർമിഷൻ വേണ്ടി കിട്ടുന്നത് വിചാരിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതായി ഇറക്കുകയും ചെയ്യാം. അവിടെ നിങ്ങളുടെ സ്വന്തം ക്രെഡിറ്റിലാക്കുക. ഓക്കെ പറഞ്ഞു. ഓക്കെ വെരി ഗുഡ്. നേരത്തെ ഫർസാന സഫീർ അല്ല പറഞ്ഞത് ഐ ആം പ്രൗഡ് ടു ബി സ്റ്റുഡന്റ് അല്ല. ആ വാക്ക് എത്രമാത്രം ടച്ചിങ് ആയി നോക്കി. എത്ര പേരെ നിർദ്ദേശിച്ചു വന്നിട്ടുണ്ട് ആ വാക്ക്. അത് ഫസ്റ്റ് തുടങ്ങി വെച്ചത് ആരാണ്? സനില. അപ്പൊ സനിലക്ക് അഭിമാനിക്കുക. ഞാനായിട്ട് തുടങ്ങി വെച്ചു എന്റെ വാക്കുകൾ ഇങ്ങനെ. ഈ നാടൊരു പക്ഷെ സനില ഒരു കഥ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നാടകം എഴുതി കഴിഞ്ഞാൽ ഡയലോഗുകളെ കുറച്ച് പറയുമ്പോൾ പറയാം ഞാൻ എഴുതി വെച്ചതാണ് അവർ പറയുന്നത് അല്ലേ? ഓക്കെ സനില ശ്രമിച്ചു നോക്കൂ, അവിടെ നമുക്കൊരു ഭാവിയുണ്ട്. ഓക്കെ ഷഹാന. ഓക്കെ സഫീറ സോറി. ഷഹാന യെസ്. പറ്റിയാവോ ഷഹാനക്ക്? യെസ്. ഇത്ര നേരം വിളിച്ചതിൽ ആകെ ഒരാള് മിസ്സായി പോയത് ഷഹാനയാണല്ലോ. യെസ്. ഷഹാനെ കുറച്ച് കഴിയുമ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയില് ഞാൻ റീബയിലേക്ക് വരികയാണ്. റീബ യെസ്. യെസ്. അപ്പൊ റീബയും എന്തെങ്കിലും തിരക്കിലായിട്ട് വിചാരിക്കാം. ഇനി സൗമ്യയുടെ കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും. കുറച്ച് സമയം കഴിഞ്ഞ് ചിലപ്പോൾ സൗമ്യ ചിലപ്പോൾ ബിസിയാവും. അപ്പൊ സൗമ്യ ആദ്യം വിളിക്കുക. സൗമ്യ റിബീന അത് തന്നെ റിബീന. സോറി അത് തന്നെ. ഞാൻ ഒരു ഓർമ്മയിൽ നിന്ന് എടുത്ത് മാറിപ്പോയതാണ്. യെസ് റിബീന പറഞ്ഞോളൂ. റിബീന യെസ്. ഓക്കെ റിബീന അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വരാത്ത ആളുകൾ എനിക്കറിയാം. അതിന്റെ പേരിലാണ് ഞാൻ റിബീനെ വിളിച്ചത്. ഓക്കെ പറഞ്ഞിട്ട് മാറിപ്പോയതാണ്. ഇതിനകത്ത് റീത്ത തന്നെ കാണിക്കണേ. യെസ് പറഞ്ഞോളൂ. My favorite teacher is Arun sir. Yes. He was my plus 1 plus 2 teacher.
Yes. He's taken subject in economics. Yes. Economics class is very interesting Yes. and easily understanding. Yes. His attitude not a teacher and student. He is Yes. very friendly. Yes. He is very strict class, but also he easily taken this subject. Okay. That's all, sir. Very good. Okay, Rita. Very good. Rita, Rubia. Okay. Very good. അതായിട്ട് പറഞ്ഞു. ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ അവരുടെ പേര് ടീച്ചറൊക്കെ നമ്മുടെ മനസ്സിൽ നിൽപ്പുണ്ട്. ഓക്കെ, അഞ്ജലി. അഞ്ജലിയെ കാണുന്നില്ലല്ലോ. യെസ്, നെറ്റ് പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യെസ്, ശ്രുതി. ശ്രുതിയും കാണുന്നില്ല. ഷബാന. സനിതക്ക് പറയാം. റെഡി? ഓക്കെ. ഞാൻ സനിതയ്ക്ക് പ്രത്യേകം അഭിനന്ദനം പറയുന്നത് കാരണം ഞാൻ പറയാമെന്ന് പറഞ്ഞു വന്ന ഒരാളാണ്. യെസ്, അതിന് പ്രത്യേകമായിട്ട് സനിതയ്ക്ക് ഒരു കൺഗ്രാറ്റുലേഷൻ. ഓക്കെ സനിത, അതൊരു സഭാകമ്പമില്ലായ്മ തെളിയിക്കുന്ന ഒരു കഴിവാണ്. ഓക്കെ സനിത. യെസ്, പറഞ്ഞു. My favorite teacher is Mercy teacher. Yes. She is a maths teacher. She taught me in high school. Yes. She taught maths very well. I am not interested in maths, but when this teacher started to taught, I am interested in the subject. She is very lovely and supportive. She is very helpful to all students, those who have difficult to study maths. She waited all the students to solve the questions. Her patience attracted me most. I did not saw her with an angry face. She considered all students in the class as equal. I think that all students in the class loved the teacher very much. I proudly remember my teacher this moment. Very good. രണ്ടു വാചകങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. I proudly remember my teacher. അഭിമാനത്തോട് ഞാൻ എപ്പോഴും എന്റെ ടീച്ചറെ ഓർക്കുന്നു. പിന്നെ ഒരു വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു. I did not see her with angry face. ദേഷ്യമുള്ള മുഖത്തോടു കൂടി ഞാൻ ടീച്ചർ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, നേരത്തെ I am proud of his എന്ന് പറഞ്ഞതുപോലെ ദേഷ്യമുള്ള മുഖത്തോടു കൂടിയിട്ട് ഞാൻ എന്റെ ടീച്ചറിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ. വെരി ഗുഡ്. സനില, നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. യെസ്, നല്ല ഇരുത്തം വന്ന ശബ്ദത്തിലാണ് സനില പറഞ്ഞത്. യെസ്, സബീന. സാർ ഞാനാണോ? അതെ. Hello. Yes, continue. Okay. My favorite teacher is Shiji Miss. Yes. She taught me in higher secondary. Yes. She was my maths teacher. Yes. She's like my mother to me. Yes. She cares and love me so much. Yes. She's very, very helpful to me. Yes. Everyone enjoys her class very much. Yes. Sir. That is all. Okay. Very good. Okay, very good. Soumya. സാർ ഞാനിവിടെ ഉണ്ട്. ഞാനൊന്ന് നോട്ട് ചെയ്ത് നോക്കായിരുന്നേ. ഇവര് പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പൊ സൗണ്ടൊക്കെ കേൾക്കുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഓക്കെ. യെസ്, ഇനി ആർക്കാണ് പറയേണ്ടത്? യെസ്, ഹൈപ്പർ ന്യൂട്ടൺ. ഇതിന്റെ അകത്തൊരു ആൺകുട്ടിയായിട്ട് കാണുന്ന ഒരാളാണ്. ഹൈപ്പർ സാറേ പറയട്ടെ? യെസ്, വെരി ഗുഡ്. Who is your favorite teacher? പറഞ്ഞോളൂ. My favorite teacher is Rajan sir. പേര് ഒന്നുകൂടി പറഞ്ഞു. Rajan sir. രാജേഷ് സാർ. ഓക്കെ.
he is my 12th standard accountancy sir. Yes. The reason is he will teach very well and politely speaking to everyone. Yes. And if any student will not understand his class, he will explain very politely. Yes. And he is not come to my life, I will not pass my 12th examination. Oh, yes. Okay. He not only teach education, he teach what is life. Yes. So I am proudly say I am Rajan sir student. Yes. That's all, sir. Okay, very good. Okay. Now let's start, Newton. I am proudly say I am Rajesh sir's student. Rajesh sir വിദ്യാർത്ഥിയാണെങ്കിൽ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. Okay. Very good. Okay. ഇനി ആരാണ്? ജിജി മോൾ റിജേഷ്. ജിജി മോൾ. Sir. പറഞ്ഞോളൂ ജിജി. My favorite teacher name is Leda. She teaches us English. Yeah. She teaches very well. Yes. She's disclaimed and punctual. Yes. She's explained any things with the best examples. Yes. She's always give equal attention to all the students. Yes. My teacher is favorite. Yes. Thank you, sir. Okay, that's good. Okay. Very good. Very good. Okay. Very good. ഇനി ആരാണ്? കൃഷ്ണപ്രിയ. Hi, sir. പറഞ്ഞോളൂ കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയയുടെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? My favorite teacher is Chandramati teacher. Yes. She was studying in 10th standard. Yes. She's teaching social studies in that class. Yes. Then she is my class teacher. Yes. She is good looking, nice woman and very qualified. She is depending in one everyone thinks of all students. Yes, very good. I love she because I like the mother. I like to mother to saying all things said to Miss that. Then she's a good teacher in our life. Yes. And I to say I think everything every special day I think it's teacher. Yes. That's all, sir. ഓക്കെ. കൃഷ്ണപ്രിയ പറഞ്ഞപ്പോ എത്രമാത്രം കൃഷ്ണപ്രിയയുടെ മനസ്സില് ആ ടീച്ചറിന് നിങ്ങൾക്ക് മനസ്സിലായി. അത് പറഞ്ഞതിന് തെറ്റുവന്നെങ്കിലും എന്റെ അമ്മയോട് പറയുന്ന പോലെ ഞാൻ ടീച്ചറിനോട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് അതിന്റെ പൊരുൾ മനസ്സിലായി. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞങ്ങൾക്ക് അത് മനസ്സിലായി എത്രമാത്രം ഉള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്ത് വേണമെങ്കിലും പറയാം സഫീറ. നോ പ്രോബ്ലം. സ്കൂളോ കോളേജോ വാട്ട് എവർ ഇറ്റ് മേ ബി, ട്യൂഷൻ ടീച്ചറോ, നോ പ്രോബ്ലം. അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറയാം സാറേ. സൗമ്യക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇത് പറയണ കേൾക്കുമ്പോഴേ സൗമ്യയുടെ മനസ്സിലേക്ക് പറഞ്ഞോളൂ സൗമ്യ. Okay, sir. Little teacher. She's my favorite teacher. She taught me in my first standard. Yes. She have a beautiful smile. Yes. She loved all her students as her children. Yes. She cared us, gave love and affection. She taught me sincerity in my life. Yes. She's the person, she gave me the first chance to stand in front of the stage. Oh, very good. Because they selected another girl for the dance, Bellaram Kiligal Valamichu Parakkum, Made a Master song. I remember that song. Yes.
she saw the dance I played by the rehearsal they played. So she selected me. Yes. That was my first stage dance. Yes. After that, I danced properly in second standard, third, and fourth. Yes. I saw her in bus, and she remembered me, and we shared all the things. Still, I love her. Yes. That's all, sir. Very good, very good. Okay, സൗമ്യ. അത് പല ആളുകളും നമ്മുടെ ജീവിതത്തിൽ പല നിമിത്തങ്ങളാവാറുണ്ട്. ആദ്യമായിട്ട് നമ്മളൊന്ന് കൈപിടിച്ച് കയറ്റും, പിന്നെ അവിടെ നമ്മൾ കയറിപ്പോകും. അത് നിർബന്ധിച്ചിട്ടാണെങ്കിലും അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ കയറ്റി വിടുന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ അതായത് നിർബന്ധിക്കുന്ന ഒരാളുണ്ടാവും. യെസ്. അപ്പൊ അത് അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് മറക്കാനായിട്ട് പറ്റില്ല. ഓക്കെ സൗമ്യ. അത് സൗമ്യയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി എത്രമാത്രം സൗമ്യക്ക് ആ ടീച്ചറിന് ഇഷ്ടമാണെന്നുള്ളത്. നജുമ നവാസ്, ഞാൻ പേര് പറയാൻ വേണ്ടി കത്തിട്ടൊന്നും കേട്ടോ, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. നജുമ, നമ്മുടെ കീർത്തനൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ, ആലപ്പുഴ. യെസ്. ഓക്കെ. ഷെൽവി സാബു. യെസ് സർ. യെസ്. ഷെൽവിയുടെ മനസ്സിൽ ഇവരൊക്കെ പറയുമ്പോ ഉണ്ടായിരുന്നില്ല, എനിക്കൊരു വാക്ക് പറയണം എന്നൊരു തോന്നലുണ്ടായിരുന്നില്ല. പക്ഷേ ഓക്കെ സഫീറ, അത് പറയാം അതിനെ കുറിച്ച് സഫീറ അടുത്തായിട്ട് പറഞ്ഞോളൂ. ഓക്കെ സഫീറ. ഷെൽവി പറഞ്ഞോളൂ. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ? My favorite teacher, his name is Elias. He is my high secondary principal as well. He is my zoology teacher. Yes. To me, why he is special? Because the reason, compared to other teachers, they comes with the textbooks and teach the textbooks. To him, yes, he comes without the textbooks and teach with so many examples like the plants, flowchart, everything. He is very kind and he helps every student. And also he is very lovely person. That's it. That's why I like him. Yes. കഴിഞ്ഞോ ഷെൽവി? കഴിഞ്ഞു സർ. ഓക്കെ, വെരി ഗുഡ്. ഈ ഷെൽവി പറഞ്ഞതിൽ ഇതിനകത്ത് ഒരു പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പോയിന്റാണ്. ഷീ ടീച്ചേഴ്സ് വിത്തൗട്ട് എ ടെക്സ്റ്റ് ബുക്ക്. അതൊരു കഴിവാണ്. ഒരു പുസ്തകം കൊണ്ടുവരാതെ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ ഒന്ന് രണ്ട് പ്രൊഫസർമാരും ലെക്ചർമാരുണ്ടായിരുന്നു. ഇവിടെ കയ്യും വീശി ഒരു ഡസ്റ്ററും ഒരു ചോക്കുമായിട്ട് മാത്രമേ വരുള്ളൂ, ബാക്കി മുഴുവൻ അവിടെ മനസ്സിലുണ്ട്. ഇന്ന് ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ലാപ്ടോപ്പ് ഇതൊക്കെ ഇരിക്കുമ്പോൾ അത് ഈ ഫാക്കൽറ്റിനെ കുറച്ചുകൂടി മടിയന്മാരാക്കി. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, അവരിതൊക്കെ പഠിച്ചു വരും. ഇപ്പൊ അങ്ങനെയല്ല വരുന്നത്. അവരെന്ത് ചെയ്യണം, ഇടക്കിടക്ക് ഇതിനകത്ത് നോക്കിയിരുന്നു. അപ്പൊ അവര് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിട്ട് മാറുന്നു, മടിയന്മാരായിട്ട് മാറുന്നു. മറ്റത് അങ്ങനെയല്ല, അവര് പഠിച്ചു വരികയാണ്. പഠിച്ചു വരുന്നതും മറ്റേതാണെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ അടുത്ത കുറച്ചു കാലം മുമ്പ് നമ്മുടെ YB ചന്ദ്രചൂഡിന് തോന്നുന്നു ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി BBC-യുടെ ഒരു ഉദ്യോഗസ്ഥൻ ചാനലായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അതില് അദ്ദേഹം നേരിട്ട് നിന്നിട്ടാണ് ആ റിട്ടയർഡ് ജഡ്ജിയോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. നമ്മുടെ ഇവിടെയുള്ള ചാനലൊക്കെ നോക്കുമ്പോൾ തൊട്ടു മുന്നില് ഈ ലാപ്ടോപ്പ് നിവർത്തി വെച്ച് അതിലും കൂടി നോക്കിയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മറ്റേ അങ്ങനെയല്ല, പുള്ളി സ്പോണ്ടേനിയസ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒരു ഉത്തരം പറയുന്നതിൽ നിന്ന് അടുത്ത ചോദ്യത്തിലോട്ട് പുള്ളി പോവുകയാണ്. അത് എബിലിറ്റി, അത് കഴിവാണ്. അപ്പോ കുറച്ചു പേർ കൂടി പറയേണ്ട ആഗ്രഹമുള്ള ഇതിനകത്ത് എനിക്കറിയാം. അടുത്ത ക്ലാസ്സിൽ അവർക്ക് ഒരു അവസരം തരാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചറിനെ കുറിച്ച് പറയാം. ഇനി ആർക്കെങ്കിലും ഇന്ന് പറഞ്ഞതിന് ടീച്ചറിനെ കുറിച്ച് കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കും ഒരവസരം കിട്ടുന്നതാണ്, പറഞ്ഞവർക്ക് കൂടി അവസരം കിട്ടുന്നതാണ്. സഫീറ, ഓക്കെ സഫീറ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. കാരണം സഫീറയുടെ മനസ്സിൽ ആരെ കുറിച്ചാണ് പറയേണ്ടത് ആ ആള് ഉണ്ട്. അപ്പൊ അയാളെ കുറിച്ച് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് സഫീറക്ക് അറിയാം. അതുകൊണ്ടാണ് സഫീറ ഞാൻ പറയും എന്ന് ഉറപ്പ് പറഞ്ഞത്. ഓക്കെ സഫീറ, we will meet in the next class next time. Till then, bye. Okay. Thank you, sir. Okay.